സംസ്ഥാനത്തെ ആരോഗ്യ മേഖല തകർന്നതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും തകരുകയാണ്. നിസാരമായ പ്രശ്നത്തിൻ്റെ പുറത്ത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന നിസാരമായ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് തുടങ്ങിയ സംഘർഷം ഇന്ന് കേരളത്തിലെ സർവകലാശാലകളെയും വിദ്യാർത്ഥികളെയും തടവിലാക്കിയിരിക്കുകയാണ്. ഈ വൈസ് ചാൻസലർ രാജ്ഭവന്റെ ആളാണ് എന്ന് പറഞ്ഞ് വൈസ് ചാൻസലർക്കെതിരായി സമരം നടത്തുകയാണ്. അപ്പോൾ ഈ മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്ന വൈസ് ചാൻസലർക്കെതിരായി സമരം ചെയ്യുമ്പോൾ ആ വൈസ് ചാൻസലർ ഇപ്പോൾ സംഘപരിവാറാണ് എന്നാണ് SFIയും CPM ആക്ഷേപിക്കുന്നത്. സംഘപരിവാറുകാരനാണ് വൈസ് ചാൻസലറെങ്കിൽ അദ്ദേഹത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കിയത് ആരാണ്? പിണറായി സർക്കാരാണ്. കിം പരീക്ഷയുടെ ഫലം എന്താണ് സ്ഥിതി? സർക്കാർ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവസാന ഘട്ടത്തിൽ പ്രോസ്പെക്ടസ് തിരുത്തി എത്രയോ കുട്ടികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലായത്. എന്തൊരു സംഘർഷമാണ്! എത്രയോ കുടുംബങ്ങളിലാണ് ആളുകൾക്കെല്ലാം മാനസികമായ സംഘർഷം, കുട്ടികൾക്കും. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെയാണ് ഇവര് തകർത്തിരിക്കുന്നത്. അത് ചോദിച്ചപ്പോഴാണ് എന്തിനാണ് SFI യൂണിവേഴ്സിറ്റികളിലേക്ക് ഈ സമരാഭാസം നടത്തുന്നത്? നിങ്ങൾ രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയാണെങ്കിൽ രാജ്ഭവനിൽ പോയി സമരം നടത്ത്. യൂണിവേഴ്സിറ്റിയിൽ ജോലിയെടുക്കുന്ന അധ്യാപകരെ എന്തിനാണ് നിങ്ങൾ തല്ലിയത്? ക്രിമിനലുകൾ. എന്തിനാണ് അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്ന പിള്ളേരെ തല്ലിയത്? എന്തിനാണ്?